അപ്പൊ ഗൈസ് നമ്മൾ മുമ്പ് ആക്രിക്കടയിൽ നിന്ന് എടുത്തോണ്ട് വന്ന PC നമ്മളൊരു ഗെയിമിംഗ് സെറ്റപ്പിലോട്ട് മാറ്റുന്നതിന്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു അടിപൊളി RGB ക്യാബിനറ്റ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് സെബ്രോണിക്സിന്റെ ഒരു ഐസ്ബർഗ് എന്ന് പറഞ്ഞ ഒരു മിഡ് ടവർ ക്യാബിനറ്റ് ആണ്. ആമസോണിൽ ഏകദേശം നമുക്കൊരു 2000 ആ ഒരു റേഞ്ചിൽ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. ഇതിന്റെ അകത്ത് ഈ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടാണ് 5 ഫാൻ വരുന്നുണ്ട് ഇതിന്റെ അകത്ത്. അങ്ങനെ നമുക്ക് ആ ഒരു പഴയ സെറ്റപ്പിൽ നിന്ന് ഈ ഐറ്റംസ് ഒക്കെ ഒന്ന് അഴിച്ച് നമ്മുടെ ഒരു ക്യാബിനറ്റിന്റെ അകത്തേക്ക് സെറ്റ് ചെയ്യണം. അപ്പം ആദ്യം തന്നെ നമ്മൾ പവർ സപ്ലൈ ഊരിയെടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു കൈയിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തെടുക്കുന്നത്, മറ്റേ കയ്യിൽ ക്യാമറ ഇരിക്കുന്നതുകൊണ്ടാണ്. സോ അങ്ങനെ നമ്മൾ പവർ സപ്ലൈ ആദ്യമേ വെച്ച് സ്ക്രൂ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പഴയ ക്യാബിനറ്റിൽ നിന്ന് നമ്മളൊരു ഇതിന്റെ IO ഷീൽഡ് ഊരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അതെടുത്ത് ഈ ഒരു പുതിയ ക്യാബിനറ്റിന്റെ അകത്തോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വെച്ചതിന് ശേഷമാണ് നമ്മൾ മദർ ബോർഡ് വെക്കുന്നത്. അങ്ങനെ നമുക്ക് ആ പഴയ ബോർഡിൽ നിന്ന് നമുക്ക് ഈ ഒരു മദർ ബോർഡ് അഴിച്ചെടുക്കാം. ഇതിന്റെ അകത്ത് ഇപ്പോൾ ഓൾറെഡി നമ്മൾ റാമും പ്രൊസസറൊക്കെ ഓൾറെഡി നേരത്തെ സെറ്റാക്കി വെച്ചിരിക്കുന്ന കാരണം പിന്നെ നമ്മൾ അഴിച്ചു ഊരി ഇനി സെറ്റാക്കി കാണിക്കേണ്ട കാര്യമില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് ആ ഒരു മദർ ബോർഡ് എടുത്ത് ഈ ഒരു ക്യാബിനറ്റിലേക്ക് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുവാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ മദർ ബോർഡ് ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പവർ സപ്ലൈന്ന് വരുന്ന ഒരു 24 പിൻ കണക്ടറും പിന്നെ പ്രൊസസറിനുള്ള ഒരു 4 പിൻ കണക്ടറും കണക്ട് ചെയ്യണം. ഓക്കെ, പ്രൊസസറിനുള്ള ഞാൻ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ 24 പിന്നും കൂടെ കണക്ട് ചെയ്താൽ മതി. ഇത് കണക്ട് ചെയ്തതിന് ശേഷം നമുക്കിനി നമ്മുടെ ക്യാബിനറ്റിൽ നിന്ന് വരുന്ന USB-യുടെതും അതുപോലെ തന്നെ ഫ്രണ്ട് ഓഡിയോ പാനലിലേക്ക് നമുക്കിനി ഡയറക്റ്റ് ഈ ഒരു മദർ ബോർഡിലേക്ക് പ്ലഗ് ഇൻ ചെയ്യണം. പല മദർ ബോർഡിലും പല സ്ഥലത്തായിട്ടാണ് ഇതിന്റെ കണക്ടറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. പക്ഷേ കണക്ഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. സെയിം പ്ലഗും സെയിം കണക്ടറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സോ അപ്പോൾ നമ്മൾ അതെല്ലാം കണക്ട് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഫൈനലി നമ്മുടെ PC ഈ ഒരു ലുക്കിലാണുള്ളത്. നിലവിൽ ഇപ്പം നമ്മൾ ഈ ഒരു PCക്കകത്ത് ഗ്രാഫിക്സ് കാർഡ് ഇട്ടിട്ടില്ല. ഗ്രാഫിക്സ് കാർഡ് ഇട്ടാൽ മാത്രമേ നമുക്കിനി ഗെയിമും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഇതിന്റെ അകത്ത് നമ്മളിപ്പോൾ i3 6th gen പ്രൊസസറാണ് ഓൾറെഡി ഇരിക്കുന്നത്. ഭാവിയിൽ നമ്മൾ അത് അപ്ഗ്രേഡ് ചെയ്യുന്നതാണ്. കാരണം നമ്മുടെ ഈ ഒരു പ്രൊസസർ നിലവിൽ ഇപ്പം 2 കോർ 4 ത്രെഡ് ആണ് വരുന്നത്. പക്ഷെ നമുക്ക് ഈ ഒരു 2 കോർ കൊണ്ട് വെച്ച് നമുക്കിനി ഗെയിമും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മൾട്ടി ടാസ്കിങ് ഭയങ്കര ശോകമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊസസറും മാറ്റും. പുതിയൊരു ഗ്രാഫിക്സ് കാർഡ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ തന്നെ ഏകദേശം നമ്മുടെ ഒരു PC ഒരു 25K 30K അടിയിലായിരിക്കും ഇതിൻ്റെ ബഡ്ജറ്റ് വരുന്നത്.